Dear friends, welcome to Tarot Oracle by Indira. ഇന്നിവിടെ ഒരു വ്യക്തിയുടെ ഒരു ലൈഫ് ഒരു ഓഷു കാർഡിലൂടെ നമുക്ക് നോക്കാം. അതായത് ഒരു വ്യക്തിയുടെ പാസ്റ്റ്, പ്രസൻറ്റ്, ഇൻ ഫ്യൂച്ചർ, പിന്നെ കീ ഫാക്ടർ ഓർ ഘടകം അല്ലെങ്കിൽ ആ വ്യക്തി എന്ന് പറയുന്ന പേഴ്സൺ, പിന്നെ ആ വ്യക്തിയുടെ സർക്കംസ്റ്റൻസസ്, ചുറ്റുപാടുകൾ, പിന്നെ ആ വ്യക്തിയുടെ പ്രതീക്ഷ അല്ലെങ്കിൽ ഭയം, പിന്നെ ആ വ്യക്തിയുടെ ലോങ് ടേം ആയിട്ടുള്ള അച്ചീവ്മെൻ്റാണ് കാണിക്കുന്നത്. പിന്നെ ഇതെല്ലാം കൂടിയിട്ട് ലാസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഒരു റിസൾട്ടും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 1 2 3 4 5 5ഓളം മേജർ ആർക്കാന കാർഡ് വന്നിട്ടുണ്ട് കേട്ടോ. മേജർ ആർക്കാന കാർഡ് എന്ന് പറയുമ്പോൾ അതൊരു യൂണിവേഴ്സൽ കാർഡാണ്. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ ഒരു യൂണിവേഴ്സൽ ഡിസിഷൻ ആകാനും സാധ്യതയുണ്ട്. സാധ്യതയല്ല ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ പാസ്റ്റിൽ പറഞ്ഞിരിക്കണേ കിങ് ഓഫ് വാൺസ് ആണ്. അപ്പോൾ പാസ്റ്റിൽ കിങ് ഓഫ് വാൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാൺസ് പാഷൻ്റെ ലോകത്ത് കിങ് ആയി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഒരു രാജാവിനെ പോലെ ഒരു ലോങ് ടേം സക്സസ് ഒക്കെ നേടി വളരെ മെച്ചോർഡായിട്ട് പാസ്റ്റിൽ നല്ല രീതിയിൽ ഒരു അതോറിറ്റി പവറായിട്ട് ഒരു ലീഡറൊക്കെ ആയിട്ട് ഇരുന്ന ഒരു വ്യക്തിയാണ് പാസ്റ്റിൽ. പിന്നെ പ്രസൻറ്റിൽ നോക്കുകയാണെങ്കിൽ സ്റ്റാറാണ് വന്നിരിക്കുന്നത്. സ്റ്റാറ് നമ്മൾ ക്രിസ്മസിനൊക്കെ പറയില്ലേ, സ്റ്റാർ വളരെ നല്ല കാർഡാണ്. സ്റ്റാർ കാണിക്കുന്നത് ഒരു പുതിയ തുടക്കത്തിനെയാണ് കാണിക്കുന്നത്. പോസിറ്റീവ് കാർഡാണ്. ആ മെയിൻ സ്റ്റാർ കൂടാതെ ഒരു 7 സ്റ്റാർസും കൂടി ഉണ്ട്. അത് റെപ്രസെൻ്റ് ചെയ്യണത് 7 ചക്രാസിനെയാണ്. അപ്പോൾ ഒരു സ്പിരിച്വാലിറ്റിയിലൂടെ പോവുകയാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു പുതിയ കാര്യം തുടങ്ങാൻ പോവുകയാണെന്നും, പിന്നെ ഒരു പേഴ്സണൽ ഗ്രോത്താണ് ഇത് കാണിക്കണം. പേഴ്സണൽ ഗ്രോത്ത് ഈ പ്രസൻറ്റിൽ ഉണ്ടാവുകയാണ്. പിന്നെ ആ വ്യക്തിയുടെ ഇൻ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് അടുത്ത ഭാവി എന്ന് പറയുമ്പോൾ അത് ഡെവിളാണ് വന്നിരിക്കുന്നത്. അതും മേജർ ആർക്കാന കാർഡാണ്, യൂണിവേഴ്സൽ കാർഡാണ്. ഡെവിൾ എന്ന് പറയുമ്പോൾ ടെംപ്റ്റേഷൻ്റെയും ഈ അഡിക്ഷൻ്റെയൊക്കെ കാർഡാണ്. അതായത് ആസക്തികളുണ്ടാവും, ആസക്തികളുടെ ലോകത്ത് കഴിയുക. ഭയങ്കര ആസക്തികൾ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ആസക്തികളിൽ പെട്ടിട്ട് ഈ ആസക്തികളിൽ പെടുമ്പോൾ എന്താ ഉണ്ടാവണമെന്ന് വെച്ചാൽ അതിൽ നിന്ന് രക്ഷപ്പെട്ട് വരാൻ ഇറ്റ്സ് നോട്ട് ഈസി, എളുപ്പമല്ല അതിൽ നിന്ന് രക്ഷപ്പെട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് യൂണിവേഴ്സൽ മെസ്സേജ് എന്താ തരുന്നത്? നമ്മൾ ഈ ആസക്തികളിലൊന്നും പോയി പെടരുത്, പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ എളുപ്പമല്ല എന്നുള്ളൊരു മെസ്സേജാണ്, ഈ യൂണിവേഴ്സൽ മെസ്സേജാണ് ഈ ഡബിൾ സൂചിപ്പിക്കുന്നത്. അതത്ര നല്ല കാർഡല്ല. പിന്നെ വന്നിരിക്കുന്നത് നല്ല കാർഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ആസക്തിയിൽ പെടാതെ നമ്മൾ തന്നെ നമ്മളെ കെയർ ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളത് സൂചിപ്പിക്കണതാണ് അത്. കാരണം ഇന്നത്തെ കാലമൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ എങ്ങനെയാണ്, ലഹരിയുടെ ലോകമാണ്. അപ്പോൾ പിന്നത്തെ ആ പേഴ്സൺ എന്ന് പറയുന്നത് ചാരിയറ്റാണ് പറയണത്. അതും ഒരു മേജർ ആർക്കാന കാർഡാണ്, യൂണിവേഴ്സൽ കാർഡാണ്. അതിലെ ഒരു വ്യക്തി ഒറ്റയ്ക്ക് തൻ്റെ വിൽ പവർ കൊണ്ട് ഒറ്റയ്ക്ക് രഥത്തിനെ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകണതാണ്. അത് അയാളുടെ വിൽ പവർ കൊണ്ടും അയാളുടെ സക്സസ് കൊണ്ടും അയാളുടെ പേഷ്യൻ്റ് കൊണ്ടും ഈ മുന്നിലുള്ള 2 മൃഗങ്ങൾ 2 വഴിക്കാണ് പോണത്. പക്ഷേ അയാളുടെ വിൽ പവർ കൊണ്ടും പേഷ്യൻ്റ് കൊണ്ടും കാമായിട്ടും അയാൾ ആ രഥം ഒറ്റയ്ക്ക് തന്നെ മുന്നോട്ട് വലിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ പിന്നത്തെ കാർഡ് വരുന്നത് 9 ഓഫ് വാൺസ് ആണ്. ആ വ്യക്തിയുടെ സർക്കംസ്റ്റൻസസ് ആണ്, ചുറ്റുപാടുകൾ എന്താണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ചുറ്റുപാടുകളെ നോക്കി ആളൊരു പേടിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കാണുന്നത്. കുറേ ബുദ്ധിമുട്ടുള്ള ൂടെ കിടന്ന് ഒരു വിഷം പിടിച്ച അന്തരീക്ഷത്തിലാണ് നിൽക്കുന്നത്.
അയാൾ ഭയപ്പോടുകൂടിയാണ് ആ വ്യക്തി നിൽക്കണത്. പക്ഷെ അപ്പോഴും അയാൾക്ക് പ്രതീക്ഷയും ഉത്സാഹമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നെക്സ്റ്റ് കാർഡ് ഹൈ പ്രീസ്റ്റസ് വന്നേക്കണത് അയാളുടെ ഈ പറഞ്ഞ മാതിരി ഭയത്തിന്, നമ്മളെ പ്രതീക്ഷകളും ഭയത്തിൻ്റെ അവിടെ വന്നേക്കണ ഹൈ പ്രീസ്റ്റസ് ആണ്. അതും മേജർ ആർക്കാന കാർഡാണ്, യൂണിവേഴ്സൽ കാർഡാണ്. സാധാരണ അത് ഇൻഡ്യൂഷൻ്റെ ലുക്ക് ഇൻവേർഡ് എന്നുള്ള കാർഡാണെങ്കിലും ഇവിടുത്തെ സന്ദർഭത്തിൽ ഇത് വന്നിരിക്കണ എന്തൊക്കെയോ രഹസ്യ സീക്രസി എന്നുള്ളൊരർത്ഥം കൂടിയുണ്ട്. ഇവിടെ അത് വന്നിരിക്കണ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്. പക്ഷേ നെക്സ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് സ്ട്രെങ്ത്തിൻ്റെ കാർഡാണ്. അത് ലോങ് ടേമിൻ്റെ കാർഡാണ്. ലോങ് ടേം അച്ചീവ്മെൻ്റ്, ലോങ് ടേം സക്സസ് എന്നൊക്കെ പറയുന്ന ഭാഗത്ത് വന്നിരിക്കുന്ന സ്ട്രെങ്ത്ത് കാർഡാണ്. ആ സ്ട്രെങ്ത്ത് കാർഡ് സൂചിപ്പിക്കുന്നത് ഈ വ്യക്തി ഭയങ്കര സ്ട്രോങ് ആണ്, കാമാണ്, നല്ല വിൽ പവറുണ്ട്, നല്ല സ്കിൽഫുള്ളാണ്. അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെ വിഷമഘട്ടത്തിലാണെങ്കിലും എന്തൊക്കെയോ രഹസ്യങ്ങളൊക്കെ ഉണ്ടെന്നെങ്കിലും ഈ വ്യക്തി ഒറ്റയ്ക്കാണ് ഈ യാത്ര മുന്നോട്ട് പോകുന്നത് എങ്കിലും ഇയാൾ ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ട് മാത്രമല്ല ഇയാൾക്ക്, ഈ വ്യക്തിക്ക് കാര്യങ്ങൾ ടാക്കിൾ ചെയ്ത് കൊണ്ടുപോകാനുള്ള കഴിവുണ്ട്. അങ്ങനെ അയാൾ ആ കാര്യങ്ങളായിട്ട് ടാക്കിൾ ചെയ്തിട്ട് മുന്നോട്ട് പോകണമെന്നാണ് കാണുന്നത്. അതൊരു നല്ല പോസിറ്റീവ് കാർഡാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു വ്യക്തി പാസ്റ്റിൽ വളരെ കിങ്ങായിട്ട് ജീവിച്ചു, രാജാവിനെ പോലെ ജീവിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രസൻറ്റിലിപ്പോൾ ഒരു പുതിയ കാര്യം തുടങ്ങുകയാണ്. അതും നല്ല തുടക്കമാണ്, പോസിറ്റീവ് കാർഡാണ്, പേഴ്സണൽ ഗ്രോത്താണ് കാണിക്കണേ. പക്ഷെ അങ്ങനെ ഒരു പുതിയ കാര്യത്തിൽ തുടങ്ങിയാൻ പോകുമ്പോൾ അവിടെ ആസക്തികളിൽ പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആസക്തികളിൽ പെടാതെ നോക്കണം എന്നാണ് ഇൻ ഫ്യൂച്ചർ കാർഡാണ് അത് പറയണത്. പിന്നെ ഈ വ്യക്തി ഒറ്റയ്ക്ക് തന്നെ പോകണം. ഒറ്റയ്ക്ക് തൻ്റെ വിൽ പവർ കൊണ്ട് ഒറ്റയ്ക്ക് നയിച്ച് മുന്നോട്ട് പോകുമ്പോൾ പല വിഷമഘട്ടങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് ഭയപ്പാടോടുകൂടി നോക്കുകയാണെങ്കിലും പ്രതീക്ഷയുണ്ട്, ഉത്സാഹമുണ്ട്. പക്ഷേ പേടിക്കണമുണ്ട്. കാരണം പ്രതീക്ഷയുടെയും ഭയത്തിൻ്റെ അവിടെ വന്നിക്കണ കാർഡ് രഹസ്യങ്ങളുണ്ട് എന്നാണ്. എന്തോ ഒരു രഹസ്യങ്ങളുണ്ട്. പക്ഷേ അവിടെയും ആ വ്യക്തി സ്വന്തം പവർ കൊണ്ടും സ്കിൽഫുൾ കൊണ്ടും കാമായിട്ടും പേഷ്യൻ്റായിട്ടും കാര്യങ്ങൾ ടാക്കിൾ ചെയ്ത് കൊണ്ടുപോകും. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താ നോക്കുമ്പോൾ നൈറ്റ് ഓഫ് വാൺസ് ആണ് വന്നിട്ടുള്ളത്. നൈറ്റ് ഓഫ് വാൺസ് പറഞ്ഞാൽ വളരെ പോസിറ്റീവ് കാർഡാണ്. വളരെ എനർജറ്റിക്കായിട്ട് കുതിരയുടെ മുകളിൽ ഭയങ്കര എനർജറ്റിക്കായിട്ട് എന്തോ ഒരു കാര്യം ഫോക്കസ് ചെയ്ത് പോണ ഒരു യോദ്ധാവിൻ്റെ പിക്ചറാണത്. അപ്പോൾ ഈ വ്യക്തി എന്തോ ഒരു കാര്യമായിട്ട്, പാഷൻ്റെ എന്തോ ഒരു കാര്യമായിട്ട് ഇയാൾ വളരെ സാഹസികതയോടെ, ഉത്സാഹത്തോടെ, എനർജറ്റിക്കലി ഇയാൾ ഫാസ്റ്റിൽ ഫോക്കസ് ചെയ്ത് പോണതാണ് ഈ വായിച്ചതിൻ്റെ റിസൾട്ടായിട്ട് വന്നത്. അപ്പോൾ ഈ കാർഡ് പറയണതും അത് തന്നെയാണ്, പോസിറ്റീവാണ്. തൻ്റെ എന്ത് കാര്യത്തിലേക്കാണ് ഫോക്കസ് ചെയ്തിട്ട് എനർജറ്റിക്കലായിട്ട് പോണതെന്നെങ്കിൽ അങ്ങനെ പോകണം തന്നെയാണ് ഈ റിസൾട്ടും പറയണത്. അപ്പോൾ ഇതൊരു നല്ല റിസൾട്ടാണ് വന്നിരിക്കണേ. ഇതിൽ കുറേ മേജർ ആർക്കാന കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറേ യൂണിവേഴ്സൽ മെസ്സേജ് ഉണ്ട്. അപ്പോൾ ഈ വ്യക്തി പ്രസൻറ്റിൽ ചെയ്യാൻ പോണ കാര്യങ്ങൾ സ്റ്റാറാണ് വന്നിരിക്കണേ. അപ്പോൾ കുറച്ച് സ്പിരിച്വാലിറ്റിയൊക്കെ ഉള്ള വ്യക്തിയായിരിക്കാം. അതുകൊണ്ട് യൂണിവേഴ്സൽ മെസ്സേജ് ഇതിൽ കൂടുതൽ കാണാനുണ്ട്. അതൊക്കെ ഒരു സന്ദേശങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഈ ഡെവിളിനെ സൂക്ഷിക്കണം. ആസക്തിയിലൊന്നും പെടാതെ കാര്യങ്ങൾ ടാക്കിൾ ചെയ്ത് കൊണ്ടുപോകുമല്ലോ. ഭയപ്പാടുണ്ടെങ്കിലും ടാക്കിൾ ചെയ്ത് കൊണ്ടുപോകും തന്നെയാണ് പറയണത്. അപ്പോൾ റിസൾട്ട് വന്നത് പോസിറ്റീവാണ്. അപ്പോൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ ഹോഷു കാർഡ് നമ്മളോട് പറയണത്. ഈ കാർഡ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.